ഹലോ ഹായ്, ഇന്ന് തിങ്കളാഴ്ചയാണ്. മാർക്കറ്റ് ചെറിയൊരു ഗ്യാപ്പ് ഡൗൺ ആവാൻ ചാൻസ് ഉണ്ട് ന്യൂസൊക്കെ വെച്ച് നോക്കുമ്പോൾ. സോ മാർക്കറ്റ് ഗ്യാപ്പ് ഡൗൺ തന്നെയാണ്. ഞാൻ സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്യാം. ക്ലാരിറ്റിക്ക് വേണ്ടി CPR ഇൻഡിക്കേറ്റർ ഒന്ന് ഓൺ ആക്കുകയാണ്. ഇപ്പം നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. മാർക്കറ്റ് CPRന്റെ താഴെയാണ്, എന്നാൽ PDയിൽ സപ്പോർട്ട് എടുത്ത് നിൽക്കുകയാണ്. ടോട്ടലി കൺഫ്യൂസ്ഡ് ആണ്. എൻ്റെ ഒരു വ്യൂ ലോങ് ടേമിൽ ഡൗൺ സൈഡ് ആണെങ്കിലും ഇൻട്രാഡേ വ്യൂവിൽ എനിക്ക് മാർക്കറ്റിനെ മുകളിൽ കിട്ടണം. കാരണം മുകളിൽ കിട്ടിയാൽ മാത്രമേ അവിടുത്തെ SL ഒക്കെ കളക്ട് ചെയ്തിട്ട് മാർക്കറ്റ് താഴേക്ക് ബാങ്ക് നിഫ്റ്റിയിലുള്ള ഗ്യാപ്പ് ഫില്ല് ചെയ്യും. ബാങ്ക് നിഫ്റ്റി താഴേക്ക് പോകണം. സോ നിഫ്റ്റിയും കൂടെ പോകാമല്ലോ. അതാണ് ഞാൻ പറഞ്ഞത്. ലോങ് ടേമിലേക്ക് ഡൗൺ ആണ്. പക്ഷേ ഇൻട്രാഡേയിൽ വരുമ്പോൾ നമുക്കൊരു എൻട്രി കിട്ടണം. ഇൻട്രാഡേയിലേക്ക് എൻട്രി കിട്ടണമെങ്കിൽ എന്ത് വേണം? നിങ്ങൾ ഈ ചാർട്ട് ഒന്ന് കീനായിട്ട് നോക്കേ. ഫസ്റ്റ് 5 മിനിറ്റ് ഹൈ ആണ് എൻ്റെ അപ്സൈഡ് ടാർഗറ്റ്. ആ ടാർഗറ്റ് മാർക്കറ്റ് ഇതുവരെ അടിച്ചിട്ടുണ്ടോ? ടാർഗറ്റ് അടിച്ചിട്ടില്ല. പക്ഷേ എനിക്ക് മുകളിലോട്ട് ലിക്വിഡിറ്റി സ്വീപ്പ് ഉണ്ടായിട്ടുണ്ടെങ്കിലും എൻട്രി സെറ്റപ്പ് കിട്ടിയിട്ടില്ലായിരുന്നു. 12 പ്രകാരം എനിക്ക് എൻട്രി കിട്ടിയിട്ടില്ല. സോ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു വെയിറ്റ് ചെയ്യുക. ഒരു ഓപ്ഷൻ ട്രേഡർ ഏറ്റവും വലിയ ആയുധമാണ് എന്ത്? പേഷ്യൻസ്. നമ്മൾ എടുക്കുന്ന സൈഡിൽ നമുക്ക് മൊമെന്റം കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ DK അടിച്ച് നമുക്ക് പ്രോഫിറ്റ് മെൽറ്റായി പോകും. സോ എനിക്കിവിടെ 2 ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഒന്നുകിൽ ഒരു കോൾ ഓപ്ഷന്റെ എൻട്രി വെയിറ്റ് ചെയ്യുന്നത് വരെ, ടാർഗറ്റ് തരാതാണെങ്കിൽ മാത്രമേ എനിക്ക് എൻട്രി ചാൻസ് കിട്ടുള്ളൂ. ടാർഗറ്റ് തന്നാണ് താഴേക്ക് പോകുന്നത്, എനിക്ക് പിന്നെ കോൾ ഓപ്ഷൻ എടുക്കാൻ പറ്റില്ല. പിന്നെ പുട്ട് സൈഡ് ആയി ഞാൻ എൻട്രി നോക്കുക. ഈവൻ സ്റ്റിൽ ഇതുവരെ എനിക്ക് ടാർഗറ്റ് അടിച്ചിട്ടില്ല. സോ ഞാൻ എന്തായിരിക്കും കാത്തിരിക്കുക? ഒരു കോൾ ഓപ്ഷൻ കിട്ടാനായിരിക്കും. എനിക്ക് വേറൊരു ഓപ്ഷൻ ഉണ്ട്. ഈ കോൾ ഓപ്ഷൻ എടുക്കാൻ മാർക്കറ്റ് താഴേക്ക് പോകണമല്ലോ. അതിലേക്ക് എനിക്ക് വേണമെങ്കിൽ പുട്ട് ഓപ്ഷൻ സ്കാൽപ്പ് ചെയ്തിറങ്ങും. അപ്പോൾ ഒന്നും കൂടെ TP അടിക്കാതെ മാർക്കറ്റ് താഴേക്ക് വന്നാൽ എനിക്ക് കോൾ ഓപ്ഷൻ എടുക്കാൻ ചാൻസ് ഉണ്ട്. ആ താഴേക്ക് വരുന്ന ഒരു ഫോളിൽ ഒരു പുട്ട് ഓപ്ഷൻ പറ്റുമെങ്കിൽ സ്കാൽപ്പ് ചെയ്യാൻ നോക്കാം. നിഫ്റ്റിയിൽ ഒരു എൻട്രി എനിക്ക് കിട്ടിയില്ല. പക്ഷെ ബാങ്ക് നോക്കുമ്പോൾ എനിക്ക് ബാങ്കിലേക്ക് ഒരു പുട്ട് ഓപ്ഷൻ കിട്ടി. എവിടേക്കാണ്? ബാങ്കിന്റെ ഫസ്റ്റ് 5 മിനിറ്റ് ക്യാൻഡിലെ ഹൈയിലേക്ക് ഒരു പുൾ ബാക്ക്. അതേസമയം ഞാൻ ആ എൻട്രി എവിടെ എടുത്തു? നിഫ്റ്റിയിൽ എടുത്തു. സ്കാൽപ്പ് ചെയ്ത് ഇറങ്ങി. രാവിലെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ആക്ച്വൽ എൻട്രി കാൾ സൈഡിലേക്കാണ്. ദാണ്ടേ കാൾ സൈഡിലേക്ക് എൻ്റെ എൻട്രി വന്നു. കണ്ടോ? ടാർജറ്റ് ഡേ ഹൈയോ സിഹോ എവിടെ വേണമെങ്കിലും വെക്കാം. നമ്മൾ പ്രീമിയത്തിൽ 10 പോയിന്റും സ്പോട്ടിൽ 20 പോയിന്റാണ് ഞാൻ നോർമലി SL വെക്കാറ്. നമ്മൾ പേഷ്യൻസിന്റെ പവർ നിങ്ങൾ കണ്ടോണം. എത്ര സമയം ഞാൻ മാർക്കറ്റിൽ കാത്തിരുന്നു എന്നുള്ളത്. ക്ലിയർ ആയിട്ട് മാർക്കറ്റിനെ ഒബ്സർവ് ചെയ്യുന്നത് കൊണ്ടാണ് നമുക്ക് ഇങ്ങനെ ട്രേഡ്സ് എടുക്കാൻ പറ്റുക. സോ ടാർജറ്റ് വേണമെങ്കിൽ നമുക്ക് ഇതും വെക്കാം. ഈ ഒരു ട്രയാങ്കിളിന്റെ ഹൈയും ലോ എടുത്തിട്ട് ആ ഒരു ഡിസ്റ്റൻസ് നമുക്ക് ടാർജറ്റിലേക്ക് വെക്കാം എൻട്രിയിൽ നിന്ന്. അങ്ങനെ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അത് ഒരു പ്രൈസ് ആക്ഷൻ പാറ്റേൺ പ്രകാരമുള്ള എൻട്രി ആണ്. ടാർജറ്റ് സെറ്റിംഗ് ആണ്. സോ നമ്മൾ എൻട്രി എടുത്തു. നമുക്ക് നോക്കാം. ആ ട്രേഡ് ടാർജറ്റ് അടിച്ചിട്ടുണ്ട്. സോ രാവിലെ പറഞ്ഞ കണക്ക് പുട്ട് സൈഡിലേക്ക് ഒരു സ്കാൽപ്പിംഗ്, സെക്കൻഡ് എൻട്രി നമ്മുടെ കോൾ സൈഡിലേക്ക് ഡേ ഹൈ വരെ ടാർജറ്റ് എടുത്തിട്ടുണ്ട്.